Presents. Urgent sale Ford Figo Aspire. ലോറി സൈറ്റ് 10 സെന്റ് സ്ഥലം. പേയാട് കുണ്ടമൻകടവ് ഒരു സമീപം. സെന്റിന് വില 4 ലക്ഷം. പോയാ ഒന്ന് ഫോൺ എടുത്തോണ്ട് പോയിക്കൂടെ, ബാക്കിയുള്ളവന് നിനക്കെടുത്താനുണ്ട്. ഈ 10 സെന്റ് സ്ഥലം നമുക്ക് ഒരു 3 രൂപ വെച്ചാണെങ്കിൽ പാർട്ടി ഉണ്ട്. എനിക്ക് ഒരു മറുപടി തരണേ. ഈ കുണ്ടറാണ് ഫോൺ വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എവിടെയെങ്കിലും വാങ്ങി നോക്കാൻ പോകും. തങ്ക ഹലോ, മെമ്പർ ഇപ്പം ഇവിടെ അല്ല. മെമ്പർ ഇവിടെ ആവശ്യമായിട്ട് പോയിക്കാണ്. നിങ്ങൾ എന്താണ് കാര്യം? അതെ, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു, കാര്യം ശരി. നിങ്ങൾ കാര്യം എന്താന്ന് പറയും. മണ്ണാറമ്പാറ റോഡ് അത് ടാർ ചെയ്യുക. അത് നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ മെമ്പറായിട്ട് സംസാരിക്കും കേട്ടോ. അല്ല ഓരോരുത്തന്മാർ ആവശ്യമില്ലാതെ അവന് റോഡിന് ഞാൻ ടാർ ചെയ്ത് കൊടുക്കാം. എന്റെ പൊന്നെ, ഇത് എവിടെ നിറങ്ങാൻ പോയിരുന്നത്? ഒന്നിൽ ഫോൺ. ഇത് എന്തിനാണ് ഈ ഫോൺ? മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കൂടെ കൊണ്ടു നടക്കാൻ സൗകര്യത്തിനാണ് ഇങ്ങനെ സൗകര്യത്തിന് ഫോൺ തന്നിരിക്കുന്നത്. അതും കൂടെ എടുത്തോണ്ട് പോകണം. ആരൊക്കെ വിളിച്ചിട്ടുണ്ട്? കിട്ടാത്തോണ്ട് ഒരു വായി നോക്കിയപ്പോ എന്നെ വിളിച്ചേക്ക. എന്ത് പറഞ്ഞ? ഇത് പറയേ. അവന്റെ റോഡ് മണ്ണാറമ്പാറ റോഡ് ടാർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ടാർ ചെയ്തില്ല. സമയം എടുക്കും. സമയം എടുക്കുമോ? നിങ്ങൾ ഭയങ്കര വാഗ്ദാനമായിരുന്നല്ലോ ഇലക്ഷൻ സമയത്ത്. ആ റോഡ് ഞങ്ങൾ ടാർ ചെയ്ത് ഇപ്പൊ കുട്ടപ്പനൊക്കെ MLA ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്ത്? MLA ഫണ്ട് വന്നിട്ടില്ല, അതുകൊണ്ട് സമയം എടുക്കും. ഇപ്പൊ സമയം എടുക്കും അല്ലേ? MLA ഫണ്ട് വന്നില്ലാന്ന്. ഇതേ ഇത് പ്രശ്നമാണല്ലോ നിങ്ങൾ അൻസാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. അയ്യോ, അൻസാറിനെതിരെ അത്ര ആരോപണമൊന്നും ആയിരുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. നിങ്ങൾ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ മെയിൻ ഹൈലൈറ്റ് ചെയ്തത് ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. ശരി, 5 കൊല്ലം ഉണ്ടായിരുന്നല്ലോ. 5 കൊല്ലം MLA ഫണ്ട് വന്നില്ലേ? ഞങ്ങൾക്ക് അതിന് MLA ഇല്ലല്ലോ. അപ്പോഴേ ഈ MLA MP ഒന്നും ഇല്ലാത്തവര് മത്സരിക്കാൻ പോകരുത്. നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടല്ലോ. 5 വർഷത്തിന് അതൊന്നും ചെയ്ത് കാണിക്കണം കേട്ടാ. ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ വിളിക്കുന്ന ആളുകളെടുത്ത് എന്നെ വിളിക്കല്ലേ എന്ന് പറ. നിന്റെ ഫോണിലോട്ട് വിളിക്കാൻ പറ. അതിപ്പോ എനിക്കറിയില്ലല്ലോ ആരാ വിളിക്കാൻ പോണേന്ന്. അറിയായിരുന്നെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞേനെ. ക്ലീറ്റോനെ വിളിക്കല്ലേ, എന്നെ തന്നെ വിളിക്കണം. പ്രജകളും ഫോണൊന്ന് വന്നെന്നും പറഞ്ഞില്ല. അടുത്ത ഏതാ പരിചയമില്ലാത്ത നമ്പർ? ഹലോ, തങ്കത്തിന്റെ ഭർത്താവല്ല, പക്ഷെ ക്ലീറ്റസ് മത്തായി ആണ്. ഹലോ, കേക്കാം. അയ്യോ എന്റെ അമ്മേ. അയ്യോ, ഉറപ്പാണോ? എന്ത്? അങ്ങനെയാണെങ്കിലേ അപ്പൊ കൂട്ടുകാരിയുടെ വീട്ടിലോ? ഇല്ലേ? എന്താ കാര്യം? ശരി, അവരോട് സ്റ്റേഷനിലോട്ട് പോകാൻ പറയുന്ന. ശരി കേട്ടോ. ഞാൻ എത്താം. എന്തൊക്കെ എന്റെ ക്ലീറ്റ് ഒരു ഫോൺ ചെയ്തോണ്ടിരിക്കുവല്ലേ. പിന്നെ ഇത് പോലീസ് സ്റ്റേഷൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു എന്താണെന്ന്. എന്താ പ്രശ്നം? നമ്മളാരെങ്കിലും ആണോ? ആർക്ക്? അങ്ങനെയല്ല, എന്റെ ഒരു പഴയ കൂട്ടുകാരിയില്ലേ ഗീത. ഗീത അല്ല, പിന്നെ ഗീതയുടെ മോള്. കൊച്ചു വെച്ചാ വലിയ വെച്ചാ? നമ്മുടെ മുത്തിന്റെ ഒക്കെ അത്ര ഉണ്ട്. അതിനെ കാണാനില്ലാന്ന്. പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലായി പോയി എന്നുള്ളത്. ഇത് എവിടെ പോയി, എങ്ങനെ പോയി, എന്താന്ന് ആർക്കറിയാം. ഇന്നലെ വൈകുന്നേരം കൊച്ച് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകും, അവിടെയാ നിക്കണേന്ന് പറഞ്ഞു. അപ്പൊ അവള് വിട്ടു. എന്നിട്ട് രാത്രി വിളിച്ചപ്പോഴത്തേനും കൂട്ടുകാരുടെ വീട്ടിലാന്ന് പറഞ്ഞിട്ട് കൊച്ച് ഫോൺ എടുത്തെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വരാതായപ്പോഴത്തേനും വിളിച്ചപ്പോ ഫോണ് സ്വിച്ച് ഓഫ്. അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോ അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇവള് നുണ പറഞ്ഞായിരിക്കും രാത്രി കൂട്ടുകാരുടെ വീട്ടിലെത്തിന്ന്. രക്ഷകർത്താക്കളുടെ കുഴപ്പം ഇതാണ്. കൂട്ടുകാരുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പോണെന്ന് പറഞ്ഞപ്പോ ഉടനെ അങ്ങ് വിട്ട്. പിന്നെ മക്കളെ വിശ്വസിക്കൂലേ? പിള്ളേര് ഇത് എങ്ങോട്ട് പോണേന്നുള്ള ആർക്കറിയാം? ഇന്നത്തെ കാലം അങ്ങനെ എങ്ങനെയൊന്നും കണ്ണടച്ച് വിശ്വസിക്കാക്കൂല. ഇപ്പൊ നമ്മളെ വെച്ചായാലും ശരി തന്നെ, നമ്മളെ ഒരു കണ്ണ് വേണം. എവിടെയാണ് പോകുന്നത്? പാവം.
ഇപ്പൊ എന്തോ ചെയ്യും? എന്തോ ചെയ്യാനൊന്നുമില്ല. പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കാൻ പറ, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ എന്ന് പറയണത് അവനെ പറ്റി ഉദ്ദേശിച്ചാന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവൻ കണ്ടുപിടിച്ചോളും. കണ്ടുപിടിക്കണം, അതാണ് അവരെ ജോലി. പറയേണ്ട കാര്യമൊന്നുമില്ല. നീ കണ്ടുപിടിച്ചില്ലെങ്കിൽ വി ഹെൽപ്പിൽ നല്ല CID കളുണ്ട് ഞങ്ങളതില്, ഞങ്ങള് കണ്ടുപിടിക്കും. ഇറങ്ങ്. ഉള്ളൊരു ഒരു കാര്യം ഇല്ലേ? എന്തോ നീ കറി വെച്ചല്ലേ? നിനക്ക് ഡാൻസ് ക്ലാസ്സിൽ പോണാ? വേണ്ട. രക്ഷോട്ട്. അല്ല, എനിക്ക് ഞാനൊന്നും ഉണ്ടാക്കിയില്ല ഉച്ചത്തേക്കുള്ളതേ. ക്ലീറ്റോ എങ്ങാനും വീട്ടിലുണ്ട്. പുറത്ത് പോവാണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് ചേച്ചി എവിടെ പോണു? ഒന്നും പറയണ്ട എന്റെ പൊന്നെ. മീറ്റിംഗ് ഉണ്ട്. അതിനേക്കാളും വലിയ തലവേദന ഒന്നിപ്പോ വന്നിട്ടുണ്ട്. എടി, എന്റെ ഒരു പഴയ കൂട്ടുകാരില്ലേ ഗീത, ഒരു പൊക്കമുള്ള റേഷൻ കടയുടെ അവിടെ ഉള്ളത്. അവളുടെ മോളെ കാണാനില്ലെന്ന്. കാണാനില്ലെന്ന്? അതെവിടെ പോയി? അവരുടെ കൂട്ടുകാരികളുടെ വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞത്. കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ഫോൺ എടുത്ത് രാത്രി ഇവള് വിളിച്ച്, അപ്പൊ കൂട്ടുകാരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ വിളിച്ചപ്പോ പറയണ കൂട്ടുകാരുടെ വീട്ടിലില്ലാന്ന്. അപ്പൊ കൂട്ടുകാരിയായിട്ട് വേറെ വല്ലയിടത്തും പോയിട്ടുണ്ടാവും. ഇനി ആരെയും പിടിച്ചിട്ട് പോയാ വേറെ എന്തെങ്കിലും ആയാ ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ പല കാര്യങ്ങളും. ചേച്ചി പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ മെമ്പറായി പോയില്ലേ. ഞാൻ ഇവിടെ എല്ലായിടത്തും ചെല്ലണ്ടേ. എന്തൊരു കഷ്ടമാണല്ലേ. ഭാഗ്യം ഞാൻ ഇലക്ഷന് നിന്ന് ജയിക്കാഞ്ഞത്. നീ നിന്നില്ലല്ലോ. ഞാൻ നിക്കാഞ്ഞ നന്നായി. നിന്നിരുന്ന ഞാൻ ജയിച്ചേനല്ലോ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ ഇലക്ഷന് നിക്കാൻ? അത് ചേച്ചി ചാടിക്കയറി നിക്കാന്ന് പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ പൂരാടത്തിന്റെ ആളുകൾ ഇവിടെ വന്നേനെ. പിന്നെ ക്ലീറ്റോ ചേട്ടന്റെ അനിയത്തി എന്നുള്ളവർക്ക് എന്റെ അടുത്ത് എന്തായാലും വരാനും പോണില്ല. ഇതിപ്പോ ഇത് ക്ലീറ്റോന് വിളിച്ച് കൊടുക്കുവോ? ഭക്ഷണം കൊടുക്കുവോ? കൊടുക്ക. ഇതെന്താന്ന് നോക്കട്ടെ. നീ മടിയാവണ ഈ വെയിലത്ത് പോകും. കഴിച്ചിട്ട് പോയിച്ചിരി. സമയമില്ലടി. അമ്മയെ കാണുന്നില്ലല്ലോ മാമി. എടാ വരുവടാ, ഞങ്ങളില്ലേ ഇവിടെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന? എന്നാലും ആ ഗീതയുടെ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ നമ്മുടെ മുത്തും ഈ കൊച്ചും ഒരേ പ്രായോ. എന്തൊരു കഷ്ടല്ലേ. രാവിലെ കോളേജിൽ പോയി കൊച്ചു വൈകിട്ട് തിരിച്ചു വരുന്നില്ല, കാണുന്നില്ല എന്ന് പറയുമ്പോ എന്തൊരു ടെൻഷനായിരിക്കും ആ വീട്ടുകാർക്ക്. ഗീതയുടെയും നമ്മുടെ തങ്കത്തിന്റെയും കല്യാണം ഒരേ സമയത്തായിരുന്നു. ആണല്ലേ? നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായിരുന്നു. ഈ പഠിക്കാൻ വിടുന്ന കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെ ആയാലും എന്തോ ചെയ്യും. ഒരു ആപത്തും ഇല്ലാതെ എത്തിയാ മതിയായിരുന്നു. എന്റെ ഭഗവാനെ. ആ കൊച്ചിന്റെ അച്ഛനാണെങ്കിൽ അങ്ങ് ഗൾഫില്ല. ആ ചേട്ടനാണ് ടെൻഷൻ അടിച്ചിട്ട് ഏട്ടനെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അല്ല, നമ്മുടെ മുത്തു ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയിന്ന് പഠിക്കുകയല്ലേ? എന്റെ ദൈവമേ, ടെൻഷൻ ആവും പിള്ളേർ അവിടെ ഇവിടെയൊക്കെ നിന്നൊക്കെ പഠിക്കുമ്പോഴല്ലേ. അല്ല, ഇങ്ങനെ പഠിക്കാൻ വിടുന്നൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യാനാ? അല്ല, അയ്യോ. ഏട്ടൻ വന്നു. അപ്പൊ നാളെ കാണാം. എന്താ ഏട്ടാ കൊച്ചിന്റെ കാര്യം? അതിനെ കിട്ടി. എവിടുന്ന്? കോയമ്പത്തൂർ. കോയമ്പത്തൂർ? പ്രേമം. എന്റെ ദൈവമേ, പ്രേമോ? പഠിക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടും കൂടെ കറങ്ങി നടക്കുമായിരുന്നു. നാട്ടുകാർ മൊത്തം അറിഞ്ഞു, പക്ഷെ വീട്ടുകാർ മാത്രം അറിഞ്ഞില്ല. ഈശ്വര, ആ കൊച്ചിനെ കണ്ട അങ്ങനെയൊക്കെ തോന്നുന്നു. ഒരു പാവം പിടിച്ച കൊച്ച്. അല്ല, പഠിക്കാൻ വിടുന്നതൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യും? അമ്മ, എല്ലാരും ഒന്നും ഇല്ല. ചിലത് ഇങ്ങനെ മുട്ടയെന്ന് വരുമ്പോഴേ പ്രേമെന്നും പറഞ്ഞ് നടക്കും. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. പഠിക്കാനെന്ന് പറഞ്ഞ് മൊബൈലൊക്കെ മേടിച്ചു കൊടുത്തിരിക്കുകയല്ലേ. ഒരു പഠിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവരുടെ പരിപാടികൾ. എന്തായാലും നാളെ രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുവരും. അതിനിടെ തങ്കം പറഞ്ഞു വരുമ്പോ അവളുടെ ഏതോ പാർട്ടിക്കാരനെ മോനാണ് ഈ പയ്യൻ. അതും പറഞ്ഞ് അവള് സ്റ്റേഷനിൽ വന്നേക്കുന്നത്. അത് ശരി. അല്ല, അപ്പൊ ചേച്ചിയുടെ കൂട്ടുകാരിയല്ലേ മറ്റേ ഗീത ചേച്ചി? കൂട്ടുകാരിയൊക്കെ പണ്ടല്ലേ. ഇപ്പോൾ മെമ്പർ നേതാവൊക്കെ അല്ലേടി. ഒരു കാര്യം മനസ്സിലായി, എനിക്ക് എന്തായാലും മനസ്സമാനമില്ല. ഇത്ര നാൾ അവനെ കൊണ്ടായിരുന്നു തലവേദന, ഇപ്പൊ അവളും തുടങ്ങിയിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? എന്റെ ദൈവമേ, എന്നാലും കൊച്ചിന് പ്രേമം ഒന്ന് കേട്ടട്ടാ. മക്കളെ, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. അമ്മ ഇപ്പൊ വരും. വാ വാ. വാ. ഇല്ലേ? ഇറങ്ങണേ മോനെ. പിന്നെ
അവളൊന്ന് പോലീസ് സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടമ്മ. അല്ല, നീ ആവശ്യമില്ലാതെ വഴക്കിനൊന്നും പോകരുത്. ഞാൻ എന്തിനാ വഴക്ക് കിട്ടുന്നത്? കാര്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ചേച്ചി മെമ്പറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരി നേതാവുകളി കൂടി. ഇതണ്ട, നീ ചുമ്മാ ഏരിയ കൊടുക്കല്ലേ. ഞാൻ ഉള്ള കാര്യമോ പറഞ്ഞത്. തോന്നുന്നു അമ്മ, അവര് പ്രായപൂർത്തിയായ 2 പേരാണ്. അപ്പോ ഒരാളുടെ ഭാഗത്ത് ന്യായം മാത്രം കേട്ട് ഒന്നും ചെയ്യില്ല, രണ്ടും കേൾക്കും, എന്നിട്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. ആ ഗീത ചേച്ചി എന്താണെന്നറിയോ പറയുന്നത്? ആ ചെറുക്കൻ ഈ കൊച്ചിന് എന്തോ കലക്കി കൊടുത്ത് മയക്കിയെന്ന്, അല്ലാതെ ആ കൊച്ചി ഈ പണി ഒപ്പിക്കത്തില്ല. അല്ല, അങ്ങനെ ആവാനേ തരവുള്ളൂ. എന്തായാലും സ്റ്റേഷനിൽ ചെല്ലുമ്പോ കാര്യങ്ങളൊക്കെ അറിയാലമ്മ. എനിക്ക് മനസ്സിലാവാതെ ചേച്ചി എന്താ ഗീത ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാത്തതെന്നാ. ഈ സ്വന്തം പാർട്ടിക്കാരല്ലേ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് ന്യായം പറഞ്ഞു വന്നേ ഉള്ളൂ. ദൈവമേ, ഇതാണ് മകളെ. ഇവിടെയും വളർന്നു വരുന്ന 2-3 പെൺപിള്ളേരുണ്ടെന്ന് അവളോട് പ്രത്യേകം പറയണം. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് പറയണം. അല്ല, ഇവളെ മെമ്പറാക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. മനുഷ്യന് സ്വൈര്യം ഇല്ലാതായില്ലേ. ഇതിപ്പോ മെമ്പർ അല്ലേലും ചേച്ചി ഇടപെടത്തില്ലേ? ചേച്ചിയുടെ പഴയ കൂട്ടുകാരിയല്ലേ ഗീത ചേച്ചി. എന്റെ ദൈവമേ, ഇനി അവൾ ആരുടെ സൈഡ്? അമ്മ സമാധാനായിട്ടിരിക്ക്, ഞാൻ അവിടെ പോയതിനു ശേഷം കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം. ശരി. ഇതാണ് വിളിച്ചാതെ. എന്റെ മോൾ അവൻ മയക്കി എടുത്തോണ്ട് വന്നാണ് സാറേ. കനക സാറകത്ത് അവളോട് സംസാരിക്കുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. കണ്ണല്ലേ നീതേ, കനക സംസാരിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. എന്റെ മോളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തു. നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നേ. തങ്കം പയ്യന്റെ ആളാണ്. ഞാനും വളർത്തണില്ല സാറേ ഒരെണ്ണത്തിനെ, നോക്കാം. ആ കൊച്ചു അവനോടൊപ്പം ഇറങ്ങി വന്നതാ മെമ്പറെ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിവാഹം കഴിക്കാനാ തീരുമാനം. ഓ, നിനക്ക് എന്താ ജോലി? ജോലിയില്ല, കൂലിയില്ല, കേറി കിടക്കാൻ ഒരു വീടില്ല. അതൊക്കെ ഞങ്ങൾ ഉണ്ടായിക്കോളാം. കൊച്ചു ചെറുക്കന്റെ സൈഡ് തന്നെ. എന്തോ ചെയ്യും ദൈവമേ, എനിക്ക് ഞാൻ എങ്ങനെ വളർത്തിയെടുത്തതാണ് ചേച്ചി, കൊണ്ടുപോയില്ലേ അവേ. അയ്യോ, എനിക്കിനി കിട്ടും എന്റെ കൊച്ചിനെ. അതിന് തീരുമാനമൊന്നും ആയില്ലല്ലോ, അവിടെ സംസാരിക്കല്ലേ. ഒരു പ്രതീക്ഷയില്ല ചേച്ചി. തീരുമാനത്തിൽ മാറ്റമില്ല. ഇല്ല, അവന്റെ കൂടെ തന്നെ പോണം. പോണം. അവനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു പെങ്ങളും അമ്മയുണ്ട്. നിങ്ങൾ എങ്ങനെ ജീവിക്കും? അവൻ രാത്രി ജോലിക്ക് പോകും, പകല് പഠിക്കും. ഇപ്പൊ പഠിച്ചിട്ടേ 2 പേർക്ക് നല്ല ജോലിയെ കിട്ടി അന്തസ്സായിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ കല്യാണം കഴിക്കുന്നില്ലേ നല്ലത്? എനിക്ക് 18 വയസ്സായതാ സാറേ. എനിക്ക് വീട്ടിൽ പോകണ്ട, അവര് സമ്മതിക്കില്ല കല്യാണത്തിന്. ആരെ കൂടെ വന്ന്? അമ്മയുണ്ട് സാർ. വരണ്ട. സാറ് വിളിക്കുന്നുണ്ടായിരുന്നു. ഗീതനെ മാത്രം. ഞാൻ കനക സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം. ശരി. ചെല്ലാൻ പറഞ്ഞു. താങ്ക്സ്. മോളെ, നീ വീട്ടിലേക്ക് വാ, അമ്മ പറയണ കേക്ക്. അവൾക്ക് 18 വയസ്സായി. അവൾ അവളുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ്. അവൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. മോളെ, അമ്മ ഇത് തന്നെ നടത്തി തരാൻ മക്കൾക്ക്. അച്ഛങ്ങി വരട്ടെ. വേണ്ട. മോളെ, ഈ ഇരിക്കുന്നത് നിന്റെ അമ്മയാണ്.
അവര് പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, എനിക്ക് അവന്റെ കൂടെ പോയാ മതി. മോളെ, അമ്മ പറയുന്ന കേക്ക്. അവരുടെ മോശം കുടുംബമാണ്. എനിക്ക് അവനെ നോക്കിയാ മതി. അവന്റെ നല്ല മനസ്സാ. സാറേ മറ്റേ 18-ാം തീയതി കേസ് FIR കൊടുക്കാൻ വേണ്ടി എന്തായി സാറേ? സാറേ, പെൺകുട്ടിയെ ആൾക്കാരെ മാത്രം വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാനാണോ? ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് സാറേ. ഒന്ന് അടങ്ങ്, നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സാറേ, ഞങ്ങൾ അവളെ കൊണ്ടേ പോകും. മര്യാദക്കില്ലേ? ചേച്ചി, അവരിനി എവിടെ കൊണ്ടുപോവാ? ഇത്ര നേരം സംസാരിച്ചൊന്നും പോരെ? അടങ്ങും ഇതിനെ, അവര് സംസാരിക്കട്ടെ. ചേച്ചി നമ്മുടെ സൈഡ് പറയാൻ തന്നെയാണോ വന്നത്? ഓ, ഞാൻ നിങ്ങളുടെ മെമ്പറൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഞാനൊരു അമ്മയും കൂടിയാ. 6 മാസം തികച്ച സ്നേഹം ഉണ്ടാവോ നിനക്ക് അവളോട്? അത് കഴിയുമ്പോ ആ പെങ്കൊച്ച് തന്നെ അനുഭവിക്കും. ഇതുപോലുള്ള ഒളിച്ചോടിയും മിക്ക കേസുകളും 2 കൊല്ലം കഴിഞ്ഞൊരു കൊച്ചായിട്ട് കയറി വരും. ഗാർഹിക പീഡനത്തിന് കേസ് തരാനായിട്ട്. ഒരു കൊച്ചായി 2 കൊല്ലം കഴിഞ്ഞാലേ നിങ്ങൾക്കൊക്കെ നേരം വെളുക്കുള്ളൂ. സാറേ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ വിട് സാറേ. നമ്മുടെ കാര്യമല്ല പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്രയും ചൂടാവണ്ട കേട്ടാ നീ. മോളെ മോളെ മോളെ, എനിക്കൊന്നും കേക്കണ്ട. അമ്മ പറയുന്ന കേക്ക്. അച്ഛൻ വരട്ടെ. ഇല്ല, നടത്തി തരാടാ. ഇല്ല, എനിക്കൊന്നും കേക്കണ്ട. മോളെ, നിന്റെ പഠിത്തം ഒന്ന് കഴിഞ്ഞോട്ടെ ആദ്യം. എൻ്റെ ദൈവമേ, എനിക്ക് ഒരു സമാധാനവും ഇല്ല. എടി, ആ കൊച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് പിന്നെ കനകനും തങ്കവും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന എന്തോ. അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ചേച്ചി അങ്ങനെ അവിടെ പോയി വഴക്കടിക്കൂ? അത് പോടുന്നു. അല്ല എടി, എനിക്കൊരു സമാധാനമില്ല. നീ ഒന്ന് വിളിക്ക്. ആരെ വിളിക്കാൻ? കനകനെ ഒന്ന് വിളിക്ക്. പോമ്മ അവിടെ നേട്ടും ഡ്യൂട്ടിയിലാണ്. എപ്പോഴും വിളിച്ചോണ്ടിരുന്ന എന്നെ വഴക്ക് പറയും. ദൈവമേ, എനിക്ക് സമാധാനമില്ല. ഒന്ന് വിളിക്ക്. പറഞ്ഞ അമ്മയുടെ ഒരു കാര്യം. അമ്മ ഞാൻ കേക്കണം. ഹലോ ഏട്ടാ, അല്ല, ഈ അമ്മയ്ക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ട് വിളിച്ചതാ. നിങ്ങൾ രണ്ടും കൂടെ അവിടെ കിടന്ന് വഴക്കടിക്കുമെന്ന് അമ്മ പറയണം. എന്തായി? ആണോ? എന്റെ ദൈവമേ, അവളാളെ കൊള്ളാലോ. ആ ആ ആ ശരി വിടുവാണോ? ആ ഓക്കെ. എന്തായി? അവള് പഠിച്ച സാധനം തന്നെ കേട്ടോ അമ്മേ. എന്ത്? ഏട്ടൻ പറഞ്ഞ്, ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞ്, അവിടെയുള്ള സകലമാന ആളുകളും പറഞ്ഞിട്ടും ആ കൊച്ചു കേൾക്കുന്നില്ല. അതിന് അവന്റെ കൂടെ പോയാൽ മതിയെന്ന്. എന്റെ ദൈവമേ, ഇത് കൊച്ചാ നോക്കണേ. ചേച്ചിയും പറഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പൊ അവിടെ 2 പേരെയും കൊണ്ട് എഴുതി വയ്പ്പിച്ചിട്ട് വിടുവാന്ന്. ആ ചെറുക്കൻ്റെ കൂടെ പറഞ്ഞു വിടുവാന്ന്. ആ തള്ളയുടെ കണ്ണീര് കണ്ടിട്ട് അവക്ക് ഒരു കൂസലും ഇല്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. 90% പെണ്ണുങ്ങൾ ഇങ്ങനെയാ. ഒറ്റക്ക് അനുഭവിക്കും ഇതുങ്ങള്. ആ ചെറുക്കനാണെങ്കിൽ വീട് പോലും ഇല്ലാന്ന് പറയുന്നുണ്ട്. ആ ഇനിയിപ്പൊ പോട്ട് ചെന്ന് അനുഭവിച്ചിട്ട് വരട്ടെ. അല്ലാതെ അതിപ്പോ എന്തോ പറയാനാ. അതെ, അനുഭവിക്കട്ടെ. അതന്നെ. ആ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ ഇത്രയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ടേ. മോളെ മോളെ, ഇത്രയും നാള് പോറ്റി വളർത്തിയ തന്തയുടെയും തള്ളയുടെയും കണ്ണീരാണ്. അത് എങ്ങനെയാണെന്നാവും ഇന്നലെ കണ്ടൊരുത്തന്നെ കണ്ടു വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കാൻ ഈ പിള്ളേർക്ക് പറ്റണത്? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, കാലാകാലങ്ങളെ നമ്മൾ കാണുന്നതല്ലേ. ഒന്നുകിൽ അയൽ വീടുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ. ഇപ്പൊ വലിയ വിജയശ്രീലാളനായ പെങ്കുച്ചിന്റെ കൈ പിടിച്ചാൻ പോയില്ലേ, നാളെ അവർക്കും കുട്ടികളുണ്ടാവും. ഈ കർമ്മ എന്നൊന്നുണ്ട്. നാളെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇതുപോലെ കരഞ്ഞുകൊണ്ട് നിൽക്കേണ്ട ഗതികേട് അവന് വരാതിരിക്കട്ടെ. ചെല്ലുന്നേ.
Aliens.